കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ ആദിക്കുട്ടന്റെ വീട്ടിലെത്തിയ രേവതിക്ക് ചെറിയൊരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. ആ ആക്സിഡന്റിന് അവൾക്ക് കാലിന് ചെറിയ പരിക്കും പറ്റി കാലുളുക്കി വീട്ടിലേക്ക് വന്നതാണ്. അപ്പൊ സച്ചിയാണ് നമ്മുടെ രേവതിയെ എടുത്തുകൊണ്ട് വരുന്നത്. ഈ കാഴ്ച കണ്ട അച്ചമ്മയും അതുപോലെ തന്നെ പാറുമ്മയും കൂടി സന്തോഷിക്കുകയാണ്. രണ്ടുപേർക്കും എന്തായാലും ക്ഷേത്രത്തിൽ പോയതിനൊക്കെ ഒരു ഫലം കണ്ടു തുടങ്ങിയല്ലോ. നമ്മൾ ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ കൊച്ചുമകനും കൊച്ചുമകളും ഒന്നാകുമെന്നാ തോന്നുന്നത്. അപ്പൊ പാറുക്കുട്ടിയമ്മ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ കലാവതി അമ്മയാണെങ്കിലോ എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും അവർ വരുന്ന കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സ് നിറയാണ് പാറു. ഇതിൽ പോലും ഒരു സന്തോഷം ഈ പ്രായത്തിൽ നമുക്ക് കിട്ടാനുണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ എന്താ സച്ചി എടുത്തുകൊണ്ട് വരുന്ന നമ്മുടെ രേവതിക്ക് നല്ല വെയിറ്റ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സച്ചി പറയുന്നുണ്ട്, നീ പൂക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ പൂ പറിക്കുന്ന പോലെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നിനക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നീ കുറച്ച് ആഹാരമൊക്കെ കുറയ്ക്ക്. അതെങ്ങനെയാ ഏത് നേരം നോക്കിയാലും തീറ്റി തന്നെ. അപ്പൊ ഇങ്ങനെയൊക്കെ കളിയാക്കുമ്പോഴാണെങ്കിലും രേവതി സച്ചി തന്നെ എടുത്തുകൊണ്ട് വന്നല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ സച്ചിത നമ്മുടെ രേവതിയെ കൊണ്ടുവന്ന് അകത്ത് കിടത്തുമ്പോഴാണ് മുത്തശ്ശി കാര്യങ്ങളൊക്കെ അറിയുന്നത്. തൻ്റെ കൊച്ചുമകൾക്ക് കാറിടിച്ച് പരിക്കു പറ്റിയാണ് സച്ചി എടുത്തോണ്ട് വന്നത് എന്നുള്ള കാര്യം. പെട്ടെന്ന് തന്നെ പാറുവിനോട് പറയുന്നുണ്ട്, പാറു നീ വേഗം പോയി കുറച്ച് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വാ. നമുക്ക് ഉപ്പ് കിഴി കെട്ടിയിട്ട് പിടിക്കണം. ഇനി നീരെങ്ങാനും ഉണ്ടായാലോ. മോനെ നീ ആശുപത്രി കാണിച്ചോടാന്ന് ചോദിക്കുമ്പോൾ കാണിച്ചു വെച്ചമ്മേ. 2 ദിവസത്തേക്ക് ഇവളുടെ കാലനക്കാൻ പാടില്ല എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 2 ദിവസത്തേക്ക് ഇവളിവിടെ അടങ്ങിയിരിക്കട്ടെ. അപ്പം 2 ദിവസം കഴിഞ്ഞ് ഇനി ക്ഷേത്രത്തിൽ പോയാൽ മതിയല്ലോ. അല്ല ഇതിനിടയ്ക്ക് ഞങ്ങളൊന്ന് നാട്ടിൽ പോയിട്ട് വന്നാലോ? അല്ല ഒരു കാര്യം ചെയ്യാം, അച്ചമ്മ ഇവളെ നോക്കിക്കോളൂല്ലോ. ഞാനൊന്ന് നാട്ടിൽ പോയിട്ട് വരാന്ന് പറയാണ് സച്ചി. അപ്പൊ പെട്ടെന്ന് തന്നെ അച്ചമ്മ പറയുന്നുണ്ട്, അങ്ങനെ നീ ഇപ്പൊ നാട്ടിൽ പോകണ്ട. 2 ദിവസം നീ മോളുടെ കൂടെ തന്നെ ഉണ്ടാകണം. അവളുടെ ഏത് ആവശ്യങ്ങൾക്കും നീ തന്നെ അവളുടെ അടുത്ത് ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശകാരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ തന്നെ രവിയും കൂടി വീട് വിട്ട് ഇറങ്ങുകയാണ്. അപ്പം അച്ചമ്മയുടെ അടുത്ത് നിന്നും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാശടിച്ച് മാറ്റാൻ വേണ്ടി തന്നെയാണ് ചന്ദ്രയുടെ വരവ്. അങ്ങനെ സുധിയോട്, മോനെ ഭക്ഷണമൊക്കെ എല്ലാം അമ്മ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ എല്ലാ സമയത്തിനെടുത്ത് കഴിച്ചോണം കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതും രവി ചോദിക്കുന്നുണ്ട്, അല്ല സുധി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. നിന്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. പിന്നെ ശ്രീകാന്തിനോട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അവന്റെ കാര്യങ്ങളെല്ലാം പക്കായായിട്ട് ചെയ്തോളൂ എന്നും പറഞ്ഞ് രണ്ടുപേരും അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ അച്ചമ്മയാണെങ്കിൽ രേവതിയുടെ കാലിന് മരുന്ന് പുരട്ടിയും ചൂട് പിടിച്ചും ഒക്കെ കൊടുക്കുകയാണ്. അപ്പം അവൾക്കാണെങ്കിൽ വലിയ സന്തോഷമൊക്കെ ആയി. തന്നെ ശ്രദ്ധിക്കാനും തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും ഇത് നല്ലൊരു അച്ചമ്മ തന്നെയാണ്, തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അച്ചമ്മ തന്നെയാണ് എന്നൊക്കെ വിചാരിച്ച് അവളങ്ങ് സന്തോഷിച്ചിരിക്കുമ്പോഴത്തേക്കിനും അച്ചമ്മയുടെ വക ഒരു ഡയലോഗ് വരികയാണ്. അതെ മോളെ, നിങ്ങളുടെ കല്യാണം നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെയൊക്കെ തന്നെ ആയിരിക്കും നടന്നത്. എന്നാൽ കൂടിയും നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചു തുടങ്ങിയിട്ടില്ല അല്ലേ? അപ്പൊ ഈ ചോദ്യം കേട്ടതും മുത്തശ്ശി, ഞാൻ എന്ത് പറഞ്ഞാലും പുള്ളിക്കാരന് എന്നെ അങ്ങ് ഇഷ്ടമല്ല. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കിനും അത് അവസാനം വഴക്കില കലാശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒന്നും മിണ്ടാനേ പോകാറില്ല. രണ്ടുപേർക്കും ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നൊക്കെ അവൾ അച്ചമ്മയോട് ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ അച്ചമ്മ പറയുന്നുണ്ട്, ഇതിനെല്ലാം ഒരു പരിഹാരം അത് മോളെ നീ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ അച്ചമ്മ ഉണ്ടാക്കിയിരിക്കും. മോള് സമാധാനപ്പെടുകട്ടോ എന്നും പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രവിയും ചന്ദ്രയും കൂടി വീട്ടിലേക്ക് വരുന്നത്. അമ്മായിയമ്മയും അമ്മായി അച്ഛനെയും കണ്ട സമയത്ത് രേവതി ആണെങ്കിലോ ആ കട്ടിലിൽ നിന്ന് പതിയെ ഇങ്ങനെ എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ, അല്ല മോളെ നീ എഴുന്നേക്കൊന്നും വേണ്ട, അച്ചമ്മ ചോദിച്ചോളാന്നും പറഞ്ഞ് അച്ചമ്മ അവരുടെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. അപ്പം തൻ്റെ മരുമകൾ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു കാര്യം കാണുമ്പോഴത്തേക്കിനും രവി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മേ രേവതി മോളുടെ കാലിന് എന്താ പറ്റിയത്? ഇവൾക്കിത് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, മോനെ വരുന്ന വഴിക്ക് ഒരു ചെറിയ കാറ് തട്ടിയതാ. അവളുടെ കാലിന് ചെറിയൊരു ഉളുക്കുണ്ട്, ചെറുതായിട്ട് നീരുമുണ്ട്. 2 ദിവസം അനക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് പറയുമ്പം, മോളെ നിനക്ക് വേദന ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് രവി ആണെങ്കിൽ തൻ്റെ മോളോട് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുക. അപ്പൊ ചന്ദ്രമതി ആണെങ്കിലോ, അമ്മയ്ക്ക് സുഖാണോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ അച്ചമ്മയെ സോപ്പിടാൻ
കൂട്ടാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അല്ല ചന്ദ്ര ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രക്ക് ഇത് എന്ത് പറ്റി? അപ്പൊ പെട്ടെന്ന് തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട്, അമ്മേ ഞാൻ എന്തായാലും കയറി വന്ന വീടാണല്ലോ ഇത്, എനിക്ക് ഇവിടെ വരാതിരിക്കാനും പറ്റില്ല. ഇനിയിപ്പം മോന്റെ കല്യാണമൊക്കെ അല്ലേ വരുന്നത്, അതിനു മുന്നേ 2-3 ദിവസം അമ്മയോടൊപ്പം നിന്നിട്ടൊക്കെ പോവാന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് വന്നേന്നും പറഞ്ഞ് അവള് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ പാറക്കുട്ടി അമ്മയാണെങ്കിലോ, ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാപ്പി ഇട്ടോണ്ട് വരാമെന്നും പറഞ്ഞ് പുള്ളിക്കാരി പോയി കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും സച്ചിയാണെങ്കിൽ ആ കറങ്ങി തിരിഞ്ഞ് അവിടെ വന്ന പാടെ തന്നെ കാണുന്ന കാഴ്ച തൻ്റെ അമ്മ വന്ന് നിൽക്കുന്ന കാഴ്ചയാണ്. അയ്യോ ഇതെന്ത് പറ്റി? അമ്മ ഈ വീട്ടിൽ വരാനുള്ള ഒരു സാധ്യതയില്ലല്ലോ. എന്താ അമ്മ, എന്തോ ഉദ്ദേശം ഉണ്ടല്ലോ. എന്തായാലും പറയെന്ന് പറയുമ്പോഴത്തേക്കിനും ചന്ദ്രമതി ആണെങ്കിലോ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുതെന്ന്. ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ വരാനുള്ള അധികാരവും അവകാശവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. നീ അതുകൊണ്ട് ഒരുപാട് തല പുകയ്ക്കേണ്ട കേട്ടോ എന്ന് പറയുകയാണ്. അങ്ങനെ സച്ചിക്കാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല. ചന്ദ്രമതി നാട് വിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് മുത്തശ്ശിയുടെ ഈ ഒരു ലോക്കൽ സെറ്റപ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തോ കാര്യം, എന്തോ ഒരു ദുരുദ്ദേശം വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കുമെന്നും പറഞ്ഞ് സച്ചി തൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെല്ലുക. അച്ഛ സത്യം പറ, എന്തിനാച്ച അമ്മ അച്ഛനെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? എന്താണ് അമ്മയുടെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും, മോനെ അവൾക്ക് എന്നോടൊപ്പം നാട്ടിൽ വരണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അവളെ കൂട്ടി, അല്ലാതെ അതിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാന്നും പറഞ്ഞ് രവി ആണെങ്കിൽ വന്ന കാര്യങ്ങളൊക്കെ സച്ചിയിൽ നിന്ന് മറച്ചു പിടിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ രേവതിയുടെ കാലിന് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ച് നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ രേവതിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. മോളെ നീ അവിടെ ഇരിക്ക്, അമ്മ നിന്റെ കാല് തടവി തരാന്നൊക്കെ പറയുമ്പോൾ, അയ്യോ വേണ്ടമ്മേ വേണ്ട, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാന്നും പറഞ്ഞ് രേവതി പതിയെ അവിടെ നിന്ന് എഴുന്നേക്കുക. എന്നാ ഒരു കാര്യം ചെയ്യാം, മോളെ അമ്മ റൂമിലേക്ക് ആക്കാന്നും പറഞ്ഞ് ചന്ദ്രമതി അവന്റെ മരുമകളുടെ കയ്യിലൊക്കെ പിടിച്ച് അവളെ ആ റൂമിലേക്ക് ആക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കലാവതി മുത്തശ്ശിയാണെങ്കിലോ ഈ കാര്യങ്ങളൊക്കെ കാണുകയാണ്. ചന്ദ്രയ്ക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ രവി, എന്താണ് സംഭവം? അപ്പൊ രവി ആണെങ്കിലോ, അതൊക്കെ വഴിയെ പറയാം അമ്മേ, എന്തായാലും അവള് വന്നതല്ലേ, അവള് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാന്നൊക്കെ പറഞ്ഞ വന്നത്, 2 ദിവസം എന്തായാലും നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്കിനും സുധിയുടെ കല്യാണ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമല്ലോ, ഒരുപാട് പേരെയൊക്കെ ക്ഷണിക്കാനും ഉണ്ട്. പിന്നെ അവളുടെ വീട്ടിൽ ഒന്നും പോയി ക്ഷണിച്ചിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് അവളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കൂ, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ചന്ദ്രമതിക്കാണെങ്കിൽ ഈ വീട്ടിൽ നിൽക്കാനേ തീരെയും താല്പര്യമില്ല. ചന്ദ്ര ന്യൂട്രലിൽ പോയി നമ്മുടെ ഭാമയെ വിളിക്കുകയാണ്. അപ്പൊ ഭാമയോട് പറയുന്നുണ്ട്, എടിതേ ഞങ്ങൾ ഈ വീട്ടിൽ എത്തിയിട്ടുണ്ട്, പിന്നെ ഒരു രക്ഷയില്ലടി, ഇവിടുത്തെ ഈ ഒരു സെറ്റപ്പ് എനിക്കാണെങ്കിൽ പണ്ട് തൊട്ടേ ഈ വീട്ടിൽ വരുന്നതും ഇവിടെ താമസിക്കുന്നതും ഒന്നും ഇഷ്ടമൊന്നും അല്ല. എല്ലാം ആകെ മൊത്തം ഒരു പശുക്കളുടെയും ചാണകത്തിന്റെയും ഒക്കെ മണമാണ്, എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. പിന്നെ ഇപ്പൊ എനിക്ക് വേറെ നിവർത്തിയൊന്നും ഇല്ലല്ലോ, എങ്ങനെയെങ്കിലും അമ്മയുടെ അടുത്ത് നല്ല പിള്ള ചമഞ്ഞ് നിന്ന് പൈസ മേടിച്ചെടുത്തെങ്കിലല്ലേ എൻ്റെ സുധിയുടെ ആഗ്രഹം പോലെ തന്നെ അവൻ്റെ പെണ്ണിന് 10 പവന്റെ സ്വർണം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ സംസാരിക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട്, ലക്ഷ്യമാണ് എന്തായാലും പ്രധാനമായിട്ടുള്ളത്, നീ ആ കാര്യം എന്തായാലും ചിന്തിച്ച് നിൽക്ക്. പിന്നെ അമ്മായിയമ്മയല്ലേ, ഇച്ചിരിയൊക്കെ സഹിച്ചൊക്കെ നിൽക്കടി, ഇവര് പ്രായമായി വരുവാണ്, അതുകൊണ്ട് തന്നെ വലിയ കടുംപിടുത്തമൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് കൂട്ടുകാരി ആണെങ്കിൽ നമ്മുടെ ചന്ദ്രയെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അത് കഴിയുമ്പോൾ ചന്ദ്ര പോയി നേരെ രവിയുടെ അടുത്ത് പോയി സംസാരിക്കുക. അതെ മനുഷ്യ, നമ്മളിവിടെ വന്ന കാര്യം നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പറയണ്ടേ? പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത്? നിങ്ങൾക്ക് ഇന്ന് തന്നെ അമ്മയോട് പറഞ്ഞാൽ നാളെ അമ്മ നമുക്ക് പണം തരും, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ തന്നെ ഇവിടുന്ന് സ്ഥലം വിടാമല്ലോ. ചന്ദ്രേ, ഞാൻ നിന്നോട് വീട്ടിൽ നിന്ന് പോരുന്ന സമയത്തെ പറഞ്ഞായിരുന്നു, അമ്മയോട് കാശ് ചോദിക്കണമെങ്കിൽ അത് നീ തന്നെ ചോദിക്കണം, അതിന് നീ അമ്മയുടെ നല്ല മരുമകളായിട്ട് മാറണം. രേവതിയെ കണ്ടില്ലേ, അവളെ കണ്ട് നീ പഠിക്ക്. അവളാണെങ്കിൽ വന്നിട്ട് അധികം മാസം പോലും ആയിട്ടില്ല, അവള് അച്ഛമ്മയെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതെന്ന്. അമ്മയ്ക്കാണെങ്കിൽ അവളെന്ന് വെച്ച ജീവനാണ്, സച്ചിയെയും രേവതിയെയും അതുപോലെയാണ് അമ്മ സ്നേഹിക്കുന്നത്, അതുപോലെ തന്നെ നിന്നെയും സ്നേഹിക്കാനുള്ള കാര്യങ്ങൾ നീ കണ്ടു പഠിക്ക്. അപ്പം ചന്ദ്രമതിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. അയ്യോ, ഇപ്പം ഇവരെ കൊണ്ട് ഈ വയസ്സാം കാലത്ത് ഞാൻ ഇനി എങ്ങനെ എന്നെ സ്നേഹിപ്പിക്കും? ഒരു കാര്യം ചെയ്യാം, രേവതിയോട് തന്നെ ചോദിക്കാമെന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ചിന്തിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും രവി പറയുന്നുണ്ട്, ഒരുപാട് ആലോചനയുടെ ഒന്നും ആവശ്യമില്ല ചന്ദ്രേ, കാശ് കിട്ടണ്ടേ, സുധിയുടെ പെണ്ണിന് 10 പവന്റെ സ്വർണ്ണമൊക്കെ എടുക്കണ്ടേ, അതുകൊണ്ട് നീ ആ കാര്യങ്ങൾ ചിന്തിച്ചാൽ മതിയെന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ചെമ്പനീർ പൂവിന്റെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.